ഓം അഗത്തീശ്വരായ നമഃ. എല്ലാവർക്കും വണക്കം. ഞാൻ വിനയൻ ഗുരുക്കൾ. ഈ ലഗ്നക്കാര് പ്രത്യേകിച്ചും പെൺപിള്ളേരാണെങ്കിൽ നല്ല കല്യാണാലോചനകൾ വരികയാണെങ്കിൽ നിങ്ങളത് തട്ടിക്കളഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കല്യാണം വൈകും. ഏത് രാശിയാണ്, എന്തുകൊണ്ടാണ് അങ്ങനെയെന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ ചാനൽ കണ്ടെങ്കിൽ ഈ ചാനലിൽ 400 കൂടി വീഡിയോസ് ഉണ്ട്. എല്ലാം കണ്ടന്റുകളാണ്, മൊത്തം പഠിക്കാനുള്ള കാര്യങ്ങൾ മാത്രമാണ് ഈ ചാനലിലുള്ളത്. അപ്പോൾ നിങ്ങൾ അത് ആദ്യമായിട്ട് കാണുന്നത് ഇത് മനസ്സിലായില്ലെങ്കിൽ മുന്നേ പോയിട്ട് കുറേ വീഡിയോകളാണ്. ബേസിക്സ് കംപ്ലീറ്റ് ചാനലിലുണ്ട്. പ്രശ്നവിധികൾ, ജാമക്കോൾ പ്രശ്നം മുഴുവൻ നമ്മുടെ ചാനലിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. അതേപോലെ ലൈവ് ക്ലാസ്, ലൈവ് വീഡിയോ പോയി കാണാം കേട്ടോ. ജാമക്കോൾ പ്രശ്നം, കർമ്മ അസ്ട്രോളജി, പരാശരന്റെ അടിസ്ഥാനത്വമൊക്കെ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്കത് പഠിക്കാനുള്ള പാഠങ്ങളാണ്. നമ്മൾ രാശിചക്രം വരച്ചു. നിങ്ങളുടെ ലഗ്നം വീണേക്കണത് മകരമാണെങ്കിൽ വളരെയധികം ശ്രദ്ധിക്കുക വിവാഹ വിഷയത്തിൽ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, ഇതിന്റെ 7ാം ഭാവമായിട്ട് വന്നത് ചന്ദ്രന്റെ രാശിയായ കടകമാണ്. ഇതിന് പല പ്രത്യേകതയുണ്ട് ഈ രാശിക്ക്. ഇതൊന്ന് നീർരാശിയാണ്, ഞാൻ മുന്നേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നിലയില്ലാത്ത രാശിയാണ് എന്ന് പറഞ്ഞാൽ ഇൻകൺസിസ്റ്റന്റ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഏതെങ്കിലും കല്യാണാലോചന വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു അവസരം വരുമ്പോൾ തന്നെ അത് ഉപയോഗിച്ചില്ലെങ്കിൽ പിന്നെ അവസരം വരാത്ത അവസ്ഥ വരും. അപ്പൊ നമ്മൾ വിചാരിക്കും ഇതിലും കൂടുതൽ കുറച്ചും കൂടി നല്ലത് വന്നിട്ട് നോക്കാമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ പിന്നെ വരാത്ത വരും. ഇതിന് വേറൊരു വിഷയം കൂടിയുണ്ട്. പല രാശികൾക്കുള്ള നന്മ തന്നെയാണ്. പ്രത്യേകിച്ചും ഇതില് ശനി ആണ് ഇതിന്റെ അധിപൻ, ലഗ്നാധിപൻ. ഇതിന്റെ അധിപൻ ആരാ? ചന്ദ്രനാണ്. ഇവര് പകൈവർ അഥവാ ശത്രുക്കളാണ്. അപ്പൊ ലഗ്നാധിപനും 7ാം ഭാവാധിപനും നല്ലവണ്ണം ശത്രുത ഉള്ള ഭാവമാണ് ഇത്. പല രാശികൾക്കും അങ്ങനെ ആവണമെന്നില്ല. അപ്പോ അത് നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു വിഷയമാണ്. ഇവിടെ ഉള്ള നക്ഷത്രങ്ങൾ നമുക്ക് നോക്കാം. തിരുവോണം, അവിട്ടം, ഉത്രാടം. ഉത്രാടത്തിന്റെ മുക്കാല് തിരുവോണവും അവിട്ടത്തിന്റെ അരിയുണ്ട്. ഉത്രാട നക്ഷത്രം സൂര്യന്റെ നക്ഷത്രം, തിരുവോണം ചന്ദ്രൻ നക്ഷത്രം, ചൊവ്വയുടെ നക്ഷത്രം. ഈ 3 നക്ഷത്രങ്ങളും ഉയിർ കാരകത്വങ്ങളെ ഉൾപ്പെടുന്ന അണിയാണ്. അരുൾ അണി എന്ന് പറയും. അരുൾ അണിയാണ് ഈ 3 നക്ഷത്രങ്ങളുടെ അധിപന്മാര്. അതുകൊണ്ട് ഈ രാശിയിൽ ജനിച്ചവർക്ക് എപ്പോഴും പ്രശ്നം വരിക എന്ന് പറഞ്ഞാൽ റിലേഷൻഷിപ്പ് ആയിരിക്കും മിക്കവാറും പ്രശ്നം വരിക എന്നുള്ളത്. കാര്യം ഈ രാശി കാലപുരുഷന്റെ കുടുംബസ്ഥാനത്തിന്റെ ബാധയാണ്. കാലപുരുഷന്റെ കുടുംബസ്ഥാനത്തിന് ബാധാസ്ഥാനമാണ്. അപ്പൊ കുടുംബസ്ഥാനത്തിന് പ്രശ്നം വരുന്ന രാശിയും കൂടിയാണ്. അത് മാത്രമല്ല ഇതിലുള്ള അരുൾ അണിയാണ്. അപ്പോൾ റിലേഷൻഷിപ്പിന് പ്രശ്നം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതില് ദാമ്പത്യത്തിലും പ്രശ്നം വരാതെ നോക്കണം. കാര്യം കല്യാണം കഴിഞ്ഞ് ഭാര്യയാണെങ്കിൽ ഒരു ദിവസം പെരുമാറുന്നോട്ട് അടുത്ത ദിവസം പെരുമാറില്ല. അപ്പൊ അവര് ഇൻകൺസിസ്റ്റന്റ് ആണ്. കാരണം ചന്ദ്രനാണ്. കടകൻ രാശിയുടെ പ്രത്യേകത എന്താ? കടകൻ രാശിയില് ഇരിക്കുന്ന ഗ്രഹവും ഇൻകൺസിസ്റ്റന്റ് ആവും. കടകൻ രാശി തന്നെയും ഇൻകൺസിസ്റ്റന്റ് ആണ്. അപ്പൊ കൺസിസ്റ്റൻസി ഉണ്ടാവില്ല. അപ്പൊ നിങ്ങൾക്ക് ഒരു അവസരം കിട്ടണമെങ്കിൽ അത് ആ കൃത്യസമയത്ത് ഉപയോഗിച്ചാൽ അവസരം നിലനിൽക്കില്ല എന്നുള്ളതാണ്. ഇപ്പൊ ഉണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ അത് പെട്ടെന്ന് നമ്മളിൽ നിന്ന് അകന്നു പോകും. അതുകൊണ്ട് അവസരം കിട്ടുമ്പോൾ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഇത് വിവാഹ കേസിൽ മാത്രമല്ല എടുക്കേണ്ടത്, പല കാര്യങ്ങളിലും അത് എടുക്കണം. അപ്പൊ കല്യാണത്തിന്റെ കേസ് ഒരാള് വന്നിട്ട് കല്യാണം ആലോചിക്കുന്ന സമയത്ത് പറയണം പിന്നെ ആവട്ടെ ഇപ്പൊ താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങളുടേതാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത കേസാണ് ഇവയെ നടത്തിക്കൊള്ളുക എന്നാണ് പറയാനുള്ളത്. പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, പഠിത്തം കഴിഞ്ഞിട്ടാവുമ്പോൾ ഇത് അവസരം കെട്ടുപോയി കഴിഞ്ഞാൽ പിന്നീട് വരാൻ ബുദ്ധിമുട്ടാണ്. കുറേ ജാതകങ്ങൾ ഇങ്ങനെ എടുത്തു കഴിഞ്ഞപ്പോൾ കല്യാണം വൈകി നിൽക്കുന്ന മകര ലഗ്നക്കാരെ കാണാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് പെൺപിള്ളേര്. ആണുങ്ങൾക്കും ഈ അവസ്ഥ ഉണ്ടാവും. കുറച്ചും കൂടി നല്ല വരട്ടെ എന്ന് നോക്കിയിരുന്നിരുന്ന് കല്യാണം നടക്കാത്ത അവസ്ഥ ഉണ്ടാവും. ചന്ദ്രൻ പവർഫുൾ ആയിട്ടുള്ള സ്ഥാനത്തൊക്കെയാണ് ഇരിക്കണമെങ്കിൽ
ഈ വിഷയം മാറിക്കിട്ടും. പ്രേമവിവാഹത്തിനൊക്കെ സാധ്യതയൊക്കെയുള്ള രാശിയും കൂടിയാണത്. പക്ഷെ ചന്ദ്രൻ വളരെ പവർഫുൾ ആയിട്ട് ഒക്കെ ഇരിക്കണം. അങ്ങനെയാണെങ്കിൽ ഈ വിഷയം മാറിക്കിട്ടും. അല്ലെങ്കിൽ ഈ കുഴപ്പം ഉണ്ടാവും എന്നുള്ളതും കൂടി ഓർത്തു വയ്ക്കുക. അപ്പൊ ഇനി അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വേറൊരു വിഷയം കാണാം. ഇന്നേക്ക് ഇത്രയുള്ള എല്ലാവർക്കും ഒരിക്കൽ കൂടി വണക്കം. ഓം അഗത്തീശ്വരായ നമഃ.